താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ഈ ഖബർ കുടിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹികമായ ബാധ്യതയിൽ കുളിപ്പിക്കുന്നത് പോലെ, കഫം ചെയ്യുന്നത് പോലെ, മയ്യത്ത് നിസ്കരിക്കുന്നത് പോലെ സാമൂഹിക ബാധ്യത തന്നെയാണ് ഏതും കയ്യത്ത് മറവ് ചെയ്യുക, ഖബർ കുടിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നേരത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് അത് അത്ര നല്ല ഒരു പണിയല്ല. ഖബർ കുടിക്കുന്നത് എന്ന് പറയുന്ന ഒരു നല്ല ഒരു ജോലിയല്ല. അതുകൊണ്ട് അധികം ആളുകൾ അതിന് മുന്നോട്ട് വരാറില്ല. മുന്നോട്ട് വരുന്നവരെ തന്നെ അങ്ങനെ തന്നെ ഖബർ കുടിക്കുന്ന ആളായിട്ട് അങ്ങനെ ചാപ്പ കുത്തുന്ന ഒരു അവസരം. ഞാനിപ്പോ കുഞ്ഞോദാച്ചി ഇവിടെ പറഞ്ഞപ്പോൾ അത് ഓർത്തത്, ഞങ്ങളുടെ നാട് മില്ലുമുക്കാണ്. ഇപ്പോഴും അവിടെ ഖബർ കുടിക്കുന്നത് കാശ് കൊടുത്തിട്ടാണ് ഖബർ കുടിപ്പിക്കല്. അതിനായിട്ടൊരു വിഭാഗമുണ്ട്, അവർ വരും, അവർ കുഴിക്കും, അവർ കഴിച്ചു കൊടുക്കുമ്പോൾ പൈസ കൊടുത്ത് വിടും ചെയ്യും. അതിന്റെ ഇടയിൽ ഒരു വലിയൊരു വിവാദം ഉണ്ടായി. ആ വിവാദം എന്ന് പറയുന്നത് ഈ ഖബർ കുടിക്കുന്ന ആളെ കുറിച്ച് സമൂഹത്തിൽ ഇടപെടുന്ന ഒരാള് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. ഖബർ കുടിക്കുന്നവനല്ലേ എന്നൊരു പ്രയോഗം. അത് നടത്തിയത് ആളിക്കത്തി വലിയൊരു വിവാദം ഉണ്ടായി. അത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നേരത്തെ അങ്ങനെയായിരുന്നു. അധികം ആളുകളും ഖബർ കുടിക്കുന്ന പ്രവർത്തനത്തെ അതൊരു മോശമായി കാണുകയും ഇനി കുടിക്കുന്നവൻ എന്താണോ ആവശ്യപ്പെടുന്നത്, എത്ര കാശ് കൊടുത്താലും വേണ്ടില്ല, നമ്മളതിന് തയ്യാറാവുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് മാറ്റുന്ന ഒരവസ്ഥ. കമ്പളക്കാട് പല പ്രവർത്തനത്തിലും നമുക്കൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്നത് പോലെ കാരുണ്യ രംഗത്ത്, നമ്മുടെ ഐക്യ പ്രവർത്തനത്തിൽ, നമ്മുടെ സ്നേഹമായ ചെറുത്തുവെപ്പിൽ മറ്റെല്ലാ നാടുകൾക്കും മാതൃകയായതുപോലെ ഖബർ കുടിക്കുന്ന വിഷയത്തിലും നമുക്ക് മാതൃക സൃഷ്ടിക്കാൻ സാധിച്ചു. അതൊരു വലിയ ഒരു സാമൂഹിക പരിവർത്തനമാണ്. നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, വഴി നടക്കാൻ വേണ്ടി ഒരു സമരം നടത്തിയതാണ് വൈക്കം സമരം എന്ന് പറയുന്നത്. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ നമ്മുടെ റോഡുകളിൽ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതിനൊരു സമരം നടത്തിയ കാലത്ത്